ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അടിപൊളി ഓണസമ്മാനമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഓണസമ്മാനം ഉറപ്പാണ്. നത്തോലി ഫ്രൈ. നത്തോലി ചെറിയ മീനല്ല കേട്ടോ. നമ്മൾ എന്നാകെ കഴിക്കുന്ന പറഞ്ഞാലും ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കുന്നതിൻ്റെ സുഖം വേറെ എങ്ങും കിട്ടത്തില്ല. അതൊരു വാഴയിലല്ലേ അല്ലേ? അടപ്രഥമനം. അപ്പോൾ സേമിയായി അടപ്രഥമനം കൂട്ടിയുള്ള 26 ഐറ്റം കൂട്ടിയുള്ള അടിപൊളി ഓണസദ്യയാണ്. അപ്പം ഓണമായിട്ട് എവിടെ പോയി സദ്യ കഴിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ട ഒരേ ഒരു ഉത്തരം അല്ലേ? ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ ആ വിജയിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആരായിരിക്കും ആ വിജയ് അല്ലേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ച ഓണം എത്തി അല്ലേ? മലയാളികളുടെ സ്വന്തം ആഘോഷം ഓണം വന്നു. ഇപ്പോൾ പ്രവാസികൾക്കായ നമുക്ക് എല്ലാവർക്കും ഓണാഘോഷമുണ്ട് അല്ലേ? അപ്പോൾ നേരെ ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അടിപൊളി ഓണസമ്മാനമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ അതെ, അപ്പോൾ മുഴുവൻ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഷാൻജാനോടൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. അപ്പോൾ നമ്മൾ വാഴത്തോട്ടത്തിലൊന്നുമില്ല, ഇത് കണ്ടില്ല വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദജീദ് ലുലുവിലാണ്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരിക്കലും അവിടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മളൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഓണ സമ്മാനത്തെക്കുറിച്ച് നമ്മൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഓണസമ്മാനം ഉറപ്പാണ്. ഒരാൾക്ക് അല്ലേ? ഒരാൾക്ക്. ആരാണ് ആ ഭാഗ്യശാലി നമുക്ക് കണ്ടറിയാം. ആ ചേട്ടാ, ഫുഡ് കഴിച്ചാൽ എങ്ങനെയാണ് ചേട്ടാ? സൂപ്പർ ഫുഡ്, അടിപൊളി. ആണോ? ആദ്യമായിട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് വരുന്നത്? അല്ലല്ല, വരാറുണ്ട്. ഓക്കെ. പിള്ളേരൊക്കെ ആയിട്ട് എല്ലാവർക്കും ഊണ് ഇഷ്ടപ്പെട്ടോ? ആണ്. എവിടെയാ പേരെങ്ങനെയാ ചേട്ടൻ്റെ? എൻ്റെ പേര് സാം. സാം. നാട്ടിലോ? പത്തനംതിട്ട. ചേച്ചി പേരെങ്ങനെയാ ചേച്ചി? ട്വിങ്കിൾ. നാട്ടിലോ? പത്തനംതിട്ട തന്നെ. ഓക്കെ ഓക്കെ. ഇവിടെ എവിടെയാണ്? ഇവിടെ മുബാറക്കിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ ചേട്ടാ, ഒത്തിരി സന്തോഷം. ഓണമായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇപ്പം മീൽസ് തുടങ്ങിയല്ലേ? നേരത്തെ കുറവായിരുന്നു അല്ലേ? അല്ല, വീക്കെൻഡ്സിൽ മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇപ്പം എല്ലാ ദിവസവും മീൽസ് ഉണ്ട്, നമ്മുടെ കേരള മീൽസ് അല്ലേ? അപ്പം നമ്മൾ മീൽസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഓണസമ്മാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പതുക്കെ ഈ വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും കേട്ടോ അല്ലേ? ഒരു സമ്മാനം നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കും. തീർച്ചയായിട്ടും. ശരി. അപ്പം നമ്മുടെ ഇലയിലെ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? നമ്മൾ എന്നാകെ കഴിക്കുന്ന പറഞ്ഞാലും ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കുന്നതിൻ്റെ സുഖം വേറെ എങ്ങും കിട്ടത്തില്ല. അതൊരു വാഴയിലല്ലേ അല്ലേ? അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഞ്ഞയുടെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ഞാൻ വന്നിട്ടുണ്ട്. ഫാമിലിയായിട്ട് ഇടയ്ക്ക് വരാറുള്ള ഒരു സ്ഥലമാണ്. ആണല്ലേ? നമ്മുടെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ചിക്കൻ ഹലീബ്. ആ വീഡിയോ കണ്ടിട്ടില്ലേ ഷാൻ ചേട്ടൻ? ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു. ഞാനും ഫാമിലി ആയിട്ടാണ് വന്നത്. ആ സമയത്ത് ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു. അടിപൊളി. അപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞേക്കുന്നത് നത്തോലി ഫ്രൈ ആണ്. അപ്പോൾ സാധാരണ ഇതാണ് ഊണ് നമ്മുടെ. അപ്പോൾ കുറച്ചുകൂടെ ഐറ്റം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ അല്ലേ? നമ്മൾ ഒത്തിരി ലേറ്റ് ആയി, നമ്മളെ കുറ്റമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള 2-3 ഐറ്റംസിൻ്റെ കുറവുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഊണിന് നെയ്മീൻ കറിയാണ് അല്ലേ? മീൻ കറി വരുന്നത് നെയ്മീൻ കറിയാണ്. ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് അല്ലേ എക്സ്ട്രാ ആയിട്ട് നത്തോലി ഫ്രൈ എല്ലാം മേടിക്കാം. ഒരു ദിവസം ചമ്മന്തിപ്പൊടി, ഒരു ദിവസം ചമ്മന്തി, അങ്ങനെ മാറി ഒരു ദിവസം ചമ്മന്തിപ്പൊടി, ഒരു ദിവസം ചമ്മന്തിയുടെ വേറൊരു ഐറ്റം, അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന സാധനമല്ലായിരിക്കും അടുത്ത ദിവസം, വെറൈറ്റികളായിട്ട് മാറിക്കൊണ്ടിരിക്കും. തേങ്ങ അരച്ച ഓക്കെ. അപ്പോൾ മീൻകറിയിൽ ഓരോ ദിവസം ഓരോ വ്യത്യാസമാണ്. ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ്, നെയ്മീൻ കറിയാണ്. അപ്പോൾ അതാണ്, ഇതൊക്കെയാണ് ഐറ്റംസ്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അങ്ങനെയാണോ പറയാം. നത്തോലി ഫ്രൈ. നത്തോലി ചെറിയ മീനല്ല കേട്ടോ. നത്തോലി അടിപൊളി കേട്ടോ. എനിക്കാണ് നാട്ടിൽ പോയാൽ നത്തോലി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വറുത്ത് കോരി എടുക്കുക എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നത്തോലി ഇവിടെ വരുന്നവർ നത്തോലി ഫ്രൈ ട്രൈ ചെയ്യാൻ മറക്കണ്ട, അടിപൊളിയായിരുന്നു. 650 അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ, അടിപൊളി സംഭവമാണ്. അപ്പം നമ്മുടെ ഓണസമ്മാനമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്ത് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനമാണ് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സും ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ജിൻ സാറേ, അതായത് നമ്മുടെ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് കമൻറ്റ് അയക്കുന്ന ഒരാൾക്ക് ലൈക്ക് ചെയ്ത് കമന്റ് അയക്കാം. അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഒന്നെങ്കിൽ ഓണത്തിന് നമ്മൾ ബുധനാഴ്ച രാവിലെയാണ് നറുക്കെടുപ്പ് ചെയ്യുന്നത്. അതായത് ഓണത്തിന് അന്ന് രാവിലെ നമ്മൾ നറുക്കെടുപ്പ് ചെയ്യും. ആരൊക്കെ കമൻറ്റ് അയച്ചു അവരെല്ലാം പേരെഴുതി നമ്മൾ നറുക്കെടുപ്പ് എടുക്കും. അതിൽ വിജയിക്ക് വേണമെങ്കിൽ 1 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന് 10 കടിക്ക് ഫുഡ് കഴിക്കാം, പക്കാ ഫ്രീ അല്ലേ? അതാണ് നമ്മൾ തരുന്ന ഓഫർ, ഓണസമ്മാനം. നിങ്ങൾക്ക് വേണം ഓണത്തിന് വന്ന് ഫുഡ് കഴിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കോ ഓണം കഴിഞ്ഞിട്ടായാലും 10 കടി എന്ന് പറഞ്ഞാൽ 10 കടിയുടെ ബൗച്ചറാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും വന്നാൽ ഒറ്റ ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കൂട്ടുകാരായിട്ടോ ഫാമിലി ആയിട്ടോ ആര് വേണമെങ്കിലും കൂടെ വരിക. ഒരാൾക്ക് നമുക്ക് ആ സമ്മാനം കിട്ടുന്ന ആൾക്ക് ഇവിടെ വന്ന് 10 കടിക്ക് ഫുഡ് കഴിക്കാം. അടിപൊളിയല്ലേ അല്ലേ ചേട്ടാ? ഓണമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് ഇതിൽ കൂടുതൽ തന്നെ കൊടുക്കാൻ ഓണസമ്മാനം LT ഡ്രീംസിന്റെയും ഇന്ത്യൻ എക്സ്പ്രസിന്റെയും അതെ ഓണസമ്മാനം. അപ്പം നമ്മുടെ ഓണസദ്യയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ഈ പ്രാവശ്യം നമ്മുടെ ഓണസദ്യ നമുക്ക് തപ്പിപ്പോകേണ്ടവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഓണസദ്യ നമുക്ക് ഇവിടെ റെഡിയാണ്. 2 ദിവസമുണ്ട്. എന്നൊക്കെയാണുള്ളത്? 8-ാം തീയതി വ്യാഴാഴ്ചയും 9-ാം തീയതി വെള്ളിയാഴ്ചയും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ട്. അതായത് തിരുവോണം നമ്മൾ എല്ലാവർക്കും അവധി കിട്ടുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പം അവർക്കും നമുക്ക് ഇവിടെ വന്ന് കഴിക്കണം. അത് പാഴ്സൽ എടുക്കേണ്ടവർക്ക് പാഴ്സൽ എടുക്കാം. എവിടെയൊക്കെയാണ് നമുക്ക് പാഴ്സൽ സർവീസ് ഉള്ളത്? നമുക്ക് ഇത് ഫർവാനിയ, നമ്മുടെ ദജീജ് ഏരിയ, അബ്ബാസിയ, പിന്നീട് നമ്മുടെ റിഗൈ, അർദിയ, അങ്ങോട്ടൊക്കെ. ഡെലിവറി ചാർജ് ഉണ്ടോ? ഇല്ലല്ലോ ഡെലിവറി. ഓക്കെ. അപ്പം റിഗെ ഇത്രയും ഭാഗത്ത് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഡെലിവറി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ഡെലിവറിയാണ്. പിന്നെ പാഴ്സലായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന പോലെ അതിൻ്റെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 200 പിൽസ് കൂടുതലുണ്ട്. ടേബിൾ വന്ന് കഴിക്കുവാണെങ്കിൽ 200. എത്ര ഐറ്റം ഉണ്ട്? 26 ഐറ്റം. എത്ര പായസം? 2 പായസം കൂട്ടിയുള്ള സേമിയ പായസവും അടപ്രഥമനും. അപ്പോൾ സേമിയയും അടപ്രഥമനും കൂട്ടിയുള്ള 26 ഐറ്റം കൂട്ടിയുള്ള അടിപൊളി ഓണസദ്യയാണ്. അപ്പം ഓണമായിട്ട് എവിടെ പോയി സദ്യ കഴിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ട ഒരേ ഒരു ഉത്തരം അല്ലേ? ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ ദജീജ് ലുലുവിൻ്റെ മേലിൽ നേരെ കയറി ഇങ്ങ് വരിക. ആദ്യം കാണുന്ന ഷോപ്പാണ് കേട്ടോ. വേണ്ടേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഓർഡർ, ഓണസദ്യ ബുക്ക് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണസമ്മാനം വേണ്ടവർക്ക് നമ്മൾ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആദ്യം നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ കുവൈറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലേ? തീർച്ചയായിട്ടും കുവൈറ്റുള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ ഓഫർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നാട്ടിലുള്ളവർ കമൻറ്റ് ചെയ്തിട്ട് ഓണസദ്യ തരാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അവർക്ക് നമ്മൾ വേറെ സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ ആയിട്ട്. അപ്പം അല്ലേ? അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഓണസമ്മാനത്തിൻ്റെ കാര്യം മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പറയുവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നൊരു കുവൈറ്റ് എന്നൊരു മെൻഷൻ ചെയ്ത് ഇടുക. അതിനുശേഷം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നമുക്ക് കമൻറ്റ് നിങ്ങളുടെ അതായത് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക. നമ്മൾ ബുധനാഴ്ച രാവിലെ ഇത് നറുക്കെടുക്കുന്നതായിരിക്കും. ആരൊക്കെ കമൻറ്റ് ഇട്ടോ അവരെല്ലാം പേരെഴുതിയിട്ടാണ് ഇടുന്നത്. അതിൻ്റെ അത് വിജയം നമ്മൾ പ്രഖ്യാപിക്കും. അവർ കുവൈറ്റിലുള്ളതാണെങ്കിൽ അവരെ നമ്മൾ ഫിക്സ് ചെയ്യും. അവർ കുവൈറ്റിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നറുക്കെടുക്കും അല്ലേ? എന്നിട്ട് നമ്മളൊരു വിജയെ പ്രഖ്യാപിക്കും. ലൈവിലൂടെ തന്നെ ആയിരിക്കും അത് പറയുന്നത്. എന്നിട്ട് ആ വിജയെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. അപ്പം ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കമൻസിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ആ വിജയിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആരായിരിക്കും ആ വിജയ് അല്ലേ? ബുധനാഴ്ച രാവിലെ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുവൈറ്റിലെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഓണാശംസകൾ.